ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 32, 33 എന്നീ ശ്ലോകങ്ങളാണ് ഇന്ന് സ്മരിക്കുന്നത്. ഓം കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി മഹാപാശുപതാസ്ത്രാഗ്നി നിർദ്ധക്താസുര സൈനിക കാമേശ്വരാസ്ത്ര നിർദ്ധക്ത സഭണ്ഡാസുര ശൂന്യക ബ്രഹ്മോപേന്ദ്രമഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ. ആദ്യത്തെ നാമം കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി. കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി. കൈവിരലുകൾ, കരാങ്കുലി കൈവിരലുകളുടെ നഖങ്ങളിൽ നിന്ന് ദൃശ്യമാക്കിയ ശ്രീനാരായണൻ്റെ ദശാവതാരങ്ങളോട് കൂടിയവൾ. നാരായണൻ്റെ ദശാവതാരങ്ങൾ ശ്രീ മഹാദേവിയുടെ കൈവിരലുകളുടെ നഖങ്ങളിൽ നിന്നും ഉണ്ടായതാണ്. അങ്ങനെയുള്ള ശ്രീ മഹാദേവിക്ക് നമസ്കാരം. സഹായികളായി കൂടെയുണ്ടായിരുന്ന എല്ലാവരും നശിച്ച സാഹചര്യത്തിൽ ഭണ്ഡാസുരൻ സർവാസുരാസ്ത്രം പ്രയോഗിച്ചു. തൻ്റെ സേന ഒന്നടങ്കം നശിച്ചു. തൻ്റെ കൂടെയുള്ള എല്ലാവരും പോയിരിക്കുന്നു. താൻ പരാജയം നേരിടുന്നു എന്ന് ബോധ്യമായ സന്ദർഭത്തിൽ ഭണ്ഡാസുരൻ സർവാസുരാസ്ത്രം എന്നൊരു വിശേഷപ്പെട്ട അസ്ത്രം പ്രയോഗിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് ശക്തിയേറിയ അസ്ത്രമാണത്. ഹിരണ്യകശിപു തുടങ്ങിയ അസുരന്മാർ ആ നിമിഷം അവിടെ പ്രത്യക്ഷമാകുകയാണ്. എല്ലാ ആസുരീകതയും എല്ലാ അസുരന്മാരും അവിടെ പ്രത്യക്ഷമാകുന്നു. ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, താരകാസുരൻ, അങ്ങനെ ഓരോരോ അസുരന്മാർ, ശക്തി പൂണ്ട അസുരന്മാർ ഒന്നടങ്കം അവിടെ പ്രത്യക്ഷമായി, യുദ്ധസന്നദ്ധരായി. ദേവി അനായാസേന ആ അസുരന്മാരെ എല്ലാം നശിപ്പിച്ചു. എങ്ങനെയാണ്? അവിടെ നിമിഷനേരം കൊണ്ട് ശ്രീ മഹാദേവി ശ്രീനാരായണൻ്റെ വിവിധ അവതാരങ്ങളെ പ്രത്യക്ഷമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ശ്രീനാരായണൻ്റെ ദശാവതാരങ്ങളുടെ അവതാരം പ്രത്യക്ഷപ്പെടലോടുകൂടി ആ അവതാരങ്ങൾ ഒന്നൊന്നായി അസുരസേനയെ ഒന്നടങ്കം നശിപ്പിച്ചു, അസുരന്മാരെ നശിപ്പിച്ചു. ഇതാണ് ലളിതോപാഖ്യാനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? മത്സ്യാവതാരം അല്ലേ? വേദം അപഹരിച്ച ഹയഗ്രീവൻ മത്സ്യാവതാരം പൂണ്ട് അവതരിച്ചു. മത്സ്യമായി ദേവിയുടെ വലത്തെ പെരുവിരലിൽ നിന്ന് ദേവിയുടെ സൈന്യത്തെ മന്ധരപർവ്വതം സമുദ്രത്തിൽ ആഴ്ത്തി, അവിടെ ദേവിയുടെ സൈന്യം തളർന്നു, ആ മന്ധരപർവ്വതം താഴ്ന്നു എന്ന് കണ്ടപ്പോൾ ഉദ്ധരിക്കാൻ കൂർമ്മ അവതാരമെടുത്തു. അത് വലത്തെ ചൂണ്ടുവിരലിൽ നിന്നും കൂർമ്മം അവതാരം കൊണ്ടു. ഹിരണ്യാക്ഷവധം വരാഹ മൂർത്തിയായിട്ട് ദേവിയുടെ വലത്തെ നടുവിരലിൽ നിന്ന് വരാഹമൂർത്തി വന്നു.
ഹിരണ്യകശിപുവിനെ വധിക്കാനായിട്ട് നരസിംഹം അവതാരം കൊണ്ടു ദേവിയുടെ വലത്തെ മോതിരവിരലിൽ നിന്ന്. വാമനനായി അവതാരം കൊണ്ടത് ബലിയെ നിഗ്രഹിക്കാനാണ്. സ്വാർത്ഥതയെ, സ്ഥാനമോഹത്തെ, ആ ബലിയെ ഇല്ലായ്മ ചെയ്യാൻ ദേവിയുടെ വലത്തെ ചെറുവിരലിൽ നിന്ന് വാമനമൂർത്തിയെ പ്രത്യക്ഷമാക്കി. കാർത്തവീര്യാർജുനൻ എന്ന അസുരനെ നിഗ്രഹിക്കുവാൻ പരശുരാമൻ ഉദ്ഭൂതനായി ദേവിയുടെ ഇടതു പെരുവിരലിൽ നിന്ന്. രാവണൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ രാമലക്ഷ്മണന്മാർ ദേവിയുടെ ഇടതു ചൂണ്ടുവിരലിൽ നിന്നും പ്രത്യക്ഷമാകുന്നു. അങ്ങനെ ഓരോരോ ആസുരീകതയും നിർമാർജനം ചെയ്യാൻ അമ്മയുടെ ഓരോരോ വിരൽ തുമ്പിൽ നിന്നും നാരായണ ഭഗവാന്റെ ദശാവതാരങ്ങളെ പ്രത്യക്ഷമാക്കുന്നു ദേവി. ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ കൽക്കിയായി വരുന്നു അമ്മയുടെ ഇടത് ചെറുവിരലിൽ നിന്ന്. ഇങ്ങനെയുള്ള ശ്രീ മഹാദേവിക്ക് നമസ്കാരം. കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃത്യൈ നമ. അടുത്ത നാമം മഹാപാശുപതാസ്ത്രാഗ്നി നിർദ്ധക്താസുര സൈനിക. മഹാപാശുപതാസ്ത്രാഗ്നി നിർദ്ധക്താസുര സൈനിക. മഹാപാശുപതാസ്ത്രത്താൽ, പാശുപതാസ്ത്രം ഭഗവാന്റെ, മഹാപാശുപതാസ്ത്രത്താൽ ഉണ്ടായ അഗ്നിയിൽ അസുര സൈന്യത്തെ മുഴുവനും നശിപ്പിച്ചു അമ്മ. പരിപൂർണമായി അമ്മ അസുരസേനയെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അവിടെ പ്രയോഗിച്ചത് മഹാപാശുപതാസ്ത്രം. ആ അസ്ത്രത്തിൽ നിന്നുമുണ്ടായ അഗ്നിയേറ്റ് സർവ അസുരന്മാരും നശിച്ചു പോവുകയാണ് ചെയ്തത്. ഇവിടെ സർവ അസുരന്മാരെയും നിർമാർജനം ചെയ്തു എന്ന് പറയുമ്പോൾ മനോമാലിന്യങ്ങളെ ഇല്ലായ്മ ചെയ്തു എന്ന് അർത്ഥമെടുക്കണം. ഒരു ഭക്തൻ്റെ, ഒരു സാധകൻ്റെ പരമപരിശ്രമമുണ്ട്, കഷ്ടപ്പെട്ട് നിഷ്ഠയോടുകൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മനസ്സ് ഇളകിക്കൊണ്ടിരിക്കുന്നു, മനോമാലിന്യം പരിപൂർണമായി നശിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അമ്മ ഭക്തൻ്റെ മനസ്സിനെ പവിത്രീകരിക്കാനുള്ള പ്രവർത്തനം ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇവിടെ അഗ്നി പ്രയോഗിക്കുകയാണ്. ജ്ഞാനാഗ്നി പ്രയോഗിച്ചു. സദാശിവമൂർത്തിയുടെ അസ്ത്രമാണത്, മഹാപാശുപതാസ്ത്രം. ഇവിടെ അവിദ്യയെല്ലാം നശിപ്പിച്ചു എന്നർത്ഥം എടുക്കാം. അവിദ്യ, അജ്ഞാനം, മോഹം, ഭ്രമം, മനോമാലിന്യം എല്ലാം നശിപ്പിക്കുകയാണ് അമ്മ ചെയ്തത്. അങ്ങനെ ഭക്തമനസ്സുകളെ പവിത്രീകരിക്കുന്ന മഹാകാരുണ്യമൂർത്തിയായ അമ്മയ്ക്ക് നമസ്കാരം. മഹാപാശുപതാസ്ത്രാഗ്നി നിർദ്ധക്താസുര സൈനികായൈ നമ. എല്ലാ ആസുരികതയും അമ്മ നിർമാർജനം ചെയ്യുന്നു. മനുഷ്യൻ്റെ, ഭക്തൻ്റെ, സാധകൻ്റെ മനസ്സിനെ നിർമ്മലമാക്കുന്നു അമ്മയുടെ കരുണാകടാക്ഷം. അടുത്ത നാമം കാമേശ്വരാസ്ത്ര നിർദ്ധക്ത സഭണ്ഡാസുര ശൂന്യക. കാമേശ്വരാസ്ത്ര നിർദ്ധക്ത സഭണ്ഡാസുര ശൂന്യക. കാമേശ്വരാസ്ത്രം, കാമേശ്വരാസ്ത്രം കൊണ്ട് ഭണ്ഡാസുരനോടുകൂടിയ ശൂന്യകത്തെ പാടെ നശിപ്പിച്ചവൾ അമ്മ. ഭണ്ഡാസുരൻ വധിക്കപ്പെട്ടു. അതിനു മുമ്പ് എല്ലാ സൈന്യവും നിശേഷം നശിച്ചിരിക്കുന്നു. ഭണ്ഡാസുരൻ താമസിക്കുന്ന സ്ഥലമുണ്ട്, അതിന് ശൂന്യകം എന്ന് പേരുണ്ട്. ആ നഗരത്തിന് ശൂന്യകം എന്ന് പേര് പറയുന്നു. ഭണ്ഡാസുരൻ്റെ നഗരം ശൂന്യകം.
ആ ശൂന്യകം എന്ന നഗരത്തെ അതിൻ്റെ ഉടമയായ ഭണ്ഡാസുരനോടുകൂടി നിർമാർജനം ചെയ്ത് കളഞ്ഞിരിക്കുന്നു അമ്മ. അതിന് കാമേശ്വരാസ്ത്രം കൊണ്ട് ഭണ്ഡാസുരനോടുകൂടിയ ശൂന്യകത്തെ പാടേ നശിപ്പിച്ചവൾ അമ്മ. ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ചിലതിലൊരു പാഠഭേദം കാണുന്നുണ്ട്. ശൂന്യക എന്നുള്ളിടത്ത് സൈനിക എന്നുകൂടി കാണുന്നുണ്ട്. ഇവിടെ ദേവിയുടെ നഗരത്തിന് പേര് ശ്രീനഗരം എന്നാണ്. ഭണ്ഡാസുരൻ്റെ നഗരത്തിന് പേര് ശൂന്യകം. അവരെ സൈന്യത്തോടൊപ്പം നശിപ്പിക്കുക ചെയ്തത്. നഗരം തന്നെ നാമാവശേഷമാക്കി കളഞ്ഞു. അവിടെ ഏറ്റവും ശക്തമായ കാമേശ്വരാസ്ത്രം, അതിദിവ്യമായ കാമേശ്വരാസ്ത്രമാണ് പ്രയോഗിച്ചത്. അങ്ങനെ ഭണ്ഡാസുരനെ മഹാദേവി നിർജീവമാക്കി. സൈന്യങ്ങൾ, ബന്ധുക്കൾ, അങ്ങനെ എല്ലാം നശിച്ച് ഏകനായ ഭണ്ഡാസുരനെ, ദുഷ്ടനും ജഗത്തിനെ ദ്രോഹിക്കുന്നവനുമായ അതികായനെ കോടി സൂര്യ തേജസ്സുള്ള കാമേശ്വരാസ്ത്രം പ്രയോഗിച്ച് ദേവി വധിക്കുകയാണ് ചെയ്തത്. ആ തീജ്വാലകൾ, ജ്ഞാനശിഖരങ്ങൾ, ജ്ഞാനപ്രവാഹം ശൂന്യകത്തിലെ സ്ത്രീകൾ, കുട്ടികൾ, ഗോശാലകൾ, ധനധാന്യങ്ങൾ എല്ലാം നശിപ്പിച്ചു. ഒന്നുമില്ലാത്തൊരവസ്ഥയായി എന്നർത്ഥത്തിലും ശൂന്യകം അങ്ങനെ പറയുന്നുണ്ട്. ഒന്നുമില്ലാത്ത ശൂന്യകം മാത്രമായ ഒരു സ്ഥലമായി അത് അവശേഷിച്ചു. എല്ലാം ദേവി നശിപ്പിച്ചു കളഞ്ഞു. ഇവിടെ കാമേശ്വരാസ്ത്രം പ്രയോഗിച്ചിട്ട് അത് ചിദഗ്നിയാണ് എന്ന് പറയണം. ജ്ഞാനാഗ്നിയാണ്, ചിദഗ്നി. അപ്പോൾ ഭക്തനിൽ തന്നെ ജ്ഞാനം ഉണർത്തുകയാണ് അമ്മ ചെയ്തത്. എല്ലാ ആസുരികതയെയും കളഞ്ഞു, എല്ലാ മനോമാലിന്യങ്ങളെയും കളഞ്ഞു, സംശുദ്ധമാക്കുകയാണ് ഭക്തനെ. സാധകന്, തികഞ്ഞ സാധകന് പറഞ്ഞിട്ടുള്ളതാണ് ഇവ കാര്യങ്ങൾ. പരിശ്രമം, നിഷ്ഠയോടുകൂടി അശ്രാന്തം നിതാന്തമായിട്ട് നിരന്തരം പരിശ്രമിക്കുന്ന ഒരു സാധകനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ശ്രദ്ധാഭക്തി വിശ്വാസത്തോടു കൂടിയിട്ടുള്ള മുന്നേറൽ. അപ്പോൾ അവിടെ എന്താണോ വേണ്ടത്, അമ്മ ഇത് അവസാനമായിട്ട് ഇങ്ങനെ ഒരു അസ്ത്രം പോലും, മഹാശക്തി വിശേഷമായിട്ട് ദിവ്യമായ അസ്ത്രം, കാമേശ്വരാസ്ത്രം തന്നെ പ്രയോഗിച്ചിട്ട് തൻ്റെ ഭക്തനെ രക്ഷിക്കുകയാണ് ചെയ്തത്. ചിദഗ്നി കുണ്ഡത്തിൽ നിന്ന് ദേവി ഉണർന്നു എന്ന് പറഞ്ഞ പോലെ ഭക്തനിൽ ആ ജ്ഞാനാഗ്നി ഉണർത്തി വിടുകയാണ്. അവിടെ ദ്വൈതഭാവം ഇല്ലാതാക്കുകയാണ്. അദ്വൈതഭാവത്തിലേക്ക് ഭക്ത മനസ്സിനെ ചാലനം ചെയ്യുകയാണ്, നയിക്കുകയാണ് ചെയ്യുന്നത്. ജ്ഞാനാഗ്നിയിൽ ഈ ദ്വൈതഭാവത്തെ കളയാം. അദ്വൈതഭാവം ഉണരുന്നു. അവിടെ നിർമ്മമനാകുന്നു. നിർദ്വന്ദ്വൻ, നിർമ്മമൻ, നിരഹങ്കാരൻ, ഇങ്ങനെയുള്ള തലത്തിലേക്ക്, നിർവികാരൻ, നിസ്സംഗൻ, ഇതൊക്കെ ഒരു നല്ല യോഗിയുടെ തപസ്വിയുടെ ഭാവമാണ്. നിർമ്മമനാക്കി, നിരഹങ്കാരനാക്കി, പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ കളയാനായിട്ടാണ് ഇത്രയും കാര്യങ്ങളിലൂടെ കടത്തിവിട്ടത്. അവസാനം ദേവിയുടെ കാരുണ്യം കൊണ്ട്, ദേവിയുടെ മഹാപ്രയോഗം കൊണ്ട് സംശുദ്ധമായൊരു മനസ്സും ബുദ്ധിയും ശരീരവുമാക്കി തീർത്തു. അവിടെ എല്ലാം ശൂന്യമാവുകയാണ്. ഒന്നിനോടും ബന്ധമില്ല, ഒന്നിലും കെട്ടിപ്പിടിക്കുന്നില്ല, ഒന്നിലും വീണ് തളരുന്നില്ല. ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രം, ദേവി പൂജനം, ദേവിയിലേക്കുള്ള സമർപ്പണം, ദേവിയായിത്തീരൽ. നിർമ്മമനായിത്തീരുന്നു, നിരഹങ്കാരനാണ്, നിസ്സംഗനാണ്, നിർമോഹനാണ്. അങ്ങനെയുള്ള അതിസാത്വികമായ ഗുണങ്ങൾ ഒരു സാധകനിൽ അമ്മ വളർത്തിയെടുക്കുന്നു. അവിടെ വേറൊന്നുമില്ല, അസ്വസ്ഥതയില്ല, അസ്വാരസ്യങ്ങളില്ല, അതിശ്രദ്ധകളില്ല. അതുകൊണ്ട് എല്ലാം ശൂന്യമായ ഒരു നിശ്ചലമായ സാത്വികമായിട്ടുള്ള ആനന്ദം മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു തലത്തിലേക്ക്
ഭക്തനെ, സാധകനെ അമ്മ എത്തിക്കുന്നു. അങ്ങനെ ഉള്ള മഹാദേവിക്ക് നമസ്കാരം. കാമേശ്വരാസ്ത്ര നിർദ്ധക്ത സഭണ്ഡാസുരശൂന്യകായൈ നമ. അടുത്ത നാമം ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ. ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ. ബ്രഹ്മാവ്, ഉപേന്ദ്രൻ, ഉപേന്ദ്രൻ വിഷ്ണു, മഹേന്ദ്രൻ ദേവേന്ദ്രൻ തുടങ്ങിയവരാൽ സ്തുതിക്കപ്പെട്ട വൈഭവത്തോടുകൂടിയവൾ ശ്രീ മഹാദേവി. ബ്രഹ്മാവ്, വിഷ്ണു, ദേവേന്ദ്രൻ ത്രിമൂർത്തികളും സർവദേവന്മാരാലും സ്തുതിക്കപ്പെട്ട വൈഭവം, മഹാദേവിയുടെ വൈഭവത്തെക്കുറിച്ച് പറയാണ്. സംസ്തുത വൈഭവം, അവരാൽ സ്തുതിക്കപ്പെട്ട, സമ്യക്കായി വേണ്ട പോലെ വേണ്ട രീതിയിൽ സ്തുതിക്കപ്പെട്ട വൈഭവത്തെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ സ്മരിക്കുന്നതും നമിക്കുന്നതും. മഹാഭക്തനായ ബലിയിൽ നിന്ന് ത്രിലോകങ്ങളെ വീണ്ടെടുത്ത് ദേവേന്ദ്രന് നൽകി. കശ്യപ പ്രജാപതി അതിഥി ഇവരുടെ പുത്രനായി മഹാവിഷ്ണു വാമനാവതാരം എടുത്തു. അങ്ങനെ ഉപേന്ദ്രൻ വിഷ്ണു. ഭണ്ഡാസുരവധത്തിൽ ആഹ്ലാദഭരിതരായ ദേവന്മാർ ഒന്നടങ്കം ദേവിയെ സ്തുതിക്കുന്നു, ദേവിയുടെ വൈഭവത്തെ പ്രകീർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും മഹത്തായൊരു കാര്യം സാധിക്കാൻ അവർക്ക് ശക്തി ലഭിച്ചത്, സാധിച്ചത് എങ്ങനെയാണ്? ഒരേ ഒരു ഉത്തരമേയുള്ളൂ, ദേവിയുടെ കൃപയാണ്, ദേവിയുടെ ശക്തിയാണ്. എല്ലാറ്റിലും ചൈതന്യമായി വിജയമായി നിലകൊള്ളുന്ന മഹാശക്തി മൂർത്തി ശ്രീ ലളിതാ പരമേശ്വരിയാണ്. നമ്മൾ ദേവീ മാഹാത്മ്യത്തിൽ ചൊല്ലാറുണ്ട്, യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. മാർക്കണ്ഡേയ പുരാണം, ദേവീ മാഹാത്മ്യം. അങ്ങനെ എവിടെ വിജയമുണ്ടോ, എവിടെ മാഹാത്മ്യമുണ്ടോ, വിഭൂതികളുണ്ടോ, അത് അമ്മയാണ്, അമ്മയുടെ ശക്തി ഒന്ന് മാത്രമാണ്. ആ ഒരു ബോധം ഭക്തൻ, സാധകൻ നിലനിർത്തിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ സദാ സർവദാ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. കുറേ പറഞ്ഞതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ പാരായണം ചെയ്തതുകൊണ്ടോ മാത്രം പോരാ, അമ്മയെ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ നിർമ്മമത്വം, നിരഹങ്കാരത്വം, സമർപ്പണം, അമ്മ പറയും ശ്രദ്ധ, ഭക്തി, വിശ്വാസം. തൻ്റെ ഗുരുവിൽ, ഗുരുവാക്യത്തിൽ, ശാസ്ത്രഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം വേണം. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ശ്രീ മഹാദേവി തന്നെ നമ്മളുടെ ഹൃദയ തൽപ്പത്തിൽ, ഹൃദയ സാമ്രാജ്യത്തിൽ വിരാജിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം ശ്രീ മഹാദേവിയൈ നമോ നമഃ.